ദുഷ്ടയായ ഭാര്യ, ചതിയനും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമായ സുഹൃത്ത്, വായാടിയും മര്യാദയില്ലാത്തവനുമായ ഭൃത്യൻ, മുറ്റത്തും പരിസരത്തും പാമ്പുകൾ, ഇവയുള്ള ഗൃഹം വാസയോഗ്യമല്ല. ഇത് പറഞ്ഞത് ചാണക്യൻ. വീട് എന്ന സങ്കല്പം തന്നെ ഓരോരുത്തരിലും സന്തോഷവും ആഹ്ലാദവും ഉണർത്തുന്നു. ഒരു വീട് എപ്രകാരം ഉള്ളതായിരിക്കണം എന്ന് ചാണക്യൻ ഈ വരികളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരുവൻ്റെ സ്വഭാവം എന്തെന്ന് അറിയുവാൻ അവൻ്റെ കൂട്ടുകാരെ നോക്കിയാൽ മതി എന്ന വചനവും നമുക്കിവിടെ ഓർമ്മിക്കാം. ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ് സ്ത്രീ. ആ വിളക്കിൽ നിന്നും പ്രസരിക്കുന്ന വെളിച്ചം അന്ധകാരത്തിൽ ആ കുടുംബത്തെ പ്രകാശപൂർണമാക്കുന്നു. അമ്മ എന്ന മഹോന്നതമായ പദവി നൽകി ദൈവം അനുഗ്രഹിച്ച സ്ത്രീ വളരെയധികം ഉന്നതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ ചലനവും ലോകത്തെ ഇളക്കുവാൻ പര്യാപ്തമാണ്. കുടുംബത്തിലെ അവളുടെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷവും സമാധാനവും പകർന്നു നൽകുന്നത് ആയിരിക്കണം. മാതാപിതാക്കളെയും ഭർത്താവിനെയും ബഹുമാനിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ഉള്ള കുടുംബം ഈശ്വരൻ വസിക്കുന്ന ഇടമായിരിക്കും എന്നാണ് ചാണക്യൻ പറയുന്നത്. സമൂഹത്തിൽ വസിക്കുന്ന മനുഷ്യന് സൗഹൃദങ്ങൾ ഉണ്ടാകും. പക്ഷേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകമായ ജാഗ്രത കാണിക്കണം. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സുഹൃത്ത് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിന്ന് കുടുംബത്തിലെ സമാധാനം നിലനിർത്തുന്നതിനായി നാം ശ്രദ്ധിക്കണം എന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് വിനയവും അനുസരണയുമില്ലാത്ത ഭൃത്യൻ. അവൻ യജമാനനെ നാണം കെടുത്തും. അത്തരക്കാരെയും നമ്മൾ ഒഴിവാക്കേണ്ടുന്നതാണ്. വീട്ടിലും പരിസരത്തുമായി ഓടി നടന്ന് നമ്മെ ഭയപ്പെടുത്തുകയും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന പാമ്പിനെയും നിർബന്ധമായും ഒഴിവാക്കണം എന്ന് ചാണക്യൻ പറഞ്ഞു തരുന്നു.